ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലും സർക്കാർ കീഴടങ്ങിയിരിക്കുന്നു, ഗവർണർ കീഴെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KS അനിൽകുമാറിനെ അവിടെ നിന്ന് മാറ്റി കോളേജിലേക്ക് മാറ്റി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ സർക്കാർ ഗവർണർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന ധാരണ എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? നോക്കും, മുഖ്യമന്ത്രിയും കുടുംബവും വളരെ കുറെ നാളുകളായി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലും അവർക്കെതിരെ നിരവധി കേസുകളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടൊരു കീഴടങ്ങൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് KTUലെയും അതുപോലെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കേസ് നമുക്കറിയാം, വളരെ പെട്ടെന്നാണ് അവിടെയൊക്കെ ധാരണ ഉണ്ടാക്കിയത്. നോക്കൂ, ഇപ്പോ KS അനിൽകുമാറിനെ ഇങ്ങനെ അദ്ദേഹം ഡെപ്യൂട്ടേഷനിലാണ്, 4 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിലേക്കാണ് ഈ രജിസ്ട്രാർമാരെ തീരുമാനിക്കാനുള്ളത്. അങ്ങനെ ഡെപ്യൂട്ടേഷനിൽ നിൽക്കെ അദ്ദേഹം സസ്പെൻഷനിൽ കൂടിയാണ്. അങ്ങനെ സസ്പെൻഷനിലുള്ള ഒരാൾ അയാളുടെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചയക്കുമ്പോൾ ഇവിടുത്തെ ഡിസിപ്ലിനറി ആക്ഷൻ തീരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്യാൻ കഴിയുമോ എന്ന സാങ്കേതികത്വം എനിക്ക് അതിന്റെ കൂടുതൽ സാങ്കേതികത്വം അറിയില്ല. പക്ഷെ അതൊരു നിയമപ്രകാരം ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം കേരള സർവകലാശാലയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വന്ന ശേഷം ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിൽ പുറത്തു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി ക്യാൻസൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് തിരിച്ചയക്കുന്നത് അല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സ്വന്തം ആവശ്യപ്രകാരമാണ്, അതായത് മറ്റു മാറ്റിയതല്ല, ആവശ്യപ്പെട്ട പ്രകാരം. അങ്ങനെ പോകാൻ പറ്റുമെന്ന് ഇവിടുന്ന് NOC വേണ്ടേ, യൂണിവേഴ്സിറ്റിന്ന് NOC വേണ്ടേ? NOC കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ നിലനിൽക്കല്ലേ, അദ്ദേഹം സസ്പെൻഷനിലല്ലേ. അപ്പൊ ഇതൊക്കെ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായും ഈ പാക്കേജിന്റെ ഭാഗമായിട്ടാണ്, അതായത് ചാൻസലറെ അപമാനിച്ച രജിസ്ട്രാറെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ല, അനിൽകുമാറിനെ മടക്കി അയക്കണമെന്ന് ഒരു പക്ഷേ രാജ്ഭവൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടായിരിക്കാം അദ്ദേഹത്തെ തിരിച്ചയക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ അങ്ങനെ തിരിച്ചയക്കുന്നതിൽ കുറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. അദ്ദേഹം നിലവിൽ സസ്പെൻഷനിലാണ്. ആ സസ്പെൻഷനിലായിരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ആ സസ്പെൻഷൻ നിലനിൽക്കെ തന്നെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മടക്കി അയക്കുന്നത്? സ്വാഭാവികമായും ഇതൊക്കെ ഒരു പാക്കേജിന്റെ ഭാഗമായി വന്നാണ്. ഇവിടെ BJPയും കേന്ദ്ര നേതൃത്വം, BJPയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാനം തമ്മിലുള്ള ധാരണയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിനൊരു മറുവശമുണ്ട്. കാരണം ഈ രീതിയിൽ രാഷ്ട്രീയമായി ഇതിനെ കാണുന്നില്ല എങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനങ്ങളെല്ലാം താറുമാറായി കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇരു കൂട്ടരും ഇത്തരത്തിൽ ഒരു പോസിറ്റീവായി ഒരു സമവായത്തിൽ എത്തിയെന്ന് കാണാൻ കഴിയുമോ? എങ്ങനെയാ പറയാൻ കഴിയുക? നോക്കൂ, ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് 14 സർവകലാശാലകൾ, ബാക്കി സർവകലാശാലകളുടെ സെലക്ഷൻ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് തടസ്സം നിന്നിട്ടുള്ളത് ഈ സർക്കാരല്ലേ? അത് പിൻവലിക്കുമോ? ഇവിടെ 66 ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഒരിടത്തും പ്രിൻസിപ്പളിലല്ലോ. അവിടെ ആ പ്രിൻസിപ്പൽമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷം മന്ത്രി വിചാരിച്ചാൽ തീരുന്ന വിഷയമല്ലേ? എന്താ തീർക്കാത്തത്? അപ്പോൾ നിരവധിയായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്ന ഒരു കേസിൽ സമവായത്തിലെത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ അതിൽ തീരുമാനമെടുക്കുമെന്ന് കണ്ടപ്പോൾ അവിടെ ഒത്തുതീർപ്പിന് തയ്യാറായത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഗവർണറെ ക്രിസ്മസിന് ക്ഷണിക്കാൻ എന്ന പേരിൽ ഗവർണറെ പോയി കാണുകയും അദ്ദേഹവുമായി ഒത്തുതീർപ്പ് ആദ്യം മന്ത്രിമാരെ അയച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞ സർവകലാശാലയെ സംബന്ധിച്ച് നന്നായി പോകണം, ഒരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനോട് എനിക്ക് വിരുദ്ധാഭിപ്രായമുള്ളതാണ്. കാരണം സുപ്രീം കോടതിയുടെ നിരവധിയായ ജഡ്ജ്മെന്റുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വൈസ് ചാൻസലർ സെലക്ഷൻ ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പാനൽ ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത് വേറൊരു വിഷയമാണ്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇത് ഒത്തുതീർപ്പ് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മുഖ്യമന്ത്രി കീഴടങ്ങി, എങ്ങനെ കീഴടങ്ങി, എന്തെല്ലാമാണ് ഈ പാക്കേജുകൾ എന്ന് ഒന്നിനു പുറകെ ഒന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും അവസാനത്തേതാണ് അനിൽകുമാറിനെ തിരിച്ചു വിളിച്ചുകൊള്ളാം എന്ന വാക്ക്. അനിൽകുമാറിനെ തിരിച്ചു വിളിക്കുന്നതിന് കാരണം നമുക്കറിയാം, ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിവാദം, ആ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട വിവാദം, ഗവർണറുടെ വരവ് തടഞ്ഞത്, ഏറ്റവും അവസാനം SFI അനിൽകുമാറിന് ഉപരോധം ഏർപ്പെടുത്തിയത്, സമരം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ഗവർണർക്ക് ഉപരോധം ഏർപ്പെടുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് വ്യക്തമാക്കാൻ SFIയും DYFIയും CPMഉം സർക്കാരും തയ്യാറാണ്. ശരി, നന്ദി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആ ഘട്ടത്തിൽ വിമർശനം ഉയർത്തുകയാണ്, ഇത് പൂർണ്ണമായ കീഴടങ്ങലാണ് ഗവർണർ കീഴെ മുഖ്യമന്ത്രിയുടേത് എന്നാണ് വിമർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.